ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബഹുജൻ സമാജ് പാർട്ടി മുഴുവൻ ജില്ലകളിലും വ്യത്യസ്തമായ സ്ഥാനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുകയാണ്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ഉം BJP അടക്കമുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ആ നിലയിലുള്ളൊരു തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകമാനം ആയിരത്താണ്ടുകളായി അധികാരത്തിന്റെ പുറമ്പോക്കിലേക്ക് തൊഴിച്ചുമാറ്റപ്പെട്ട സമൂഹത്തിൽ ഏറ്റവും പതിതരാക്കപ്പെട്ട മനുഷ്യരെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കുവാൻ, ജനാധിപത്യ പ്രക്രിയയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുവാനാണ് ദേശവ്യാപകമായി ബഹുജൻ സമാജ് പാർട്ടി പരിശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. തീർച്ചയായും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഈ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവർ അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു വരികയും രാജ്യത്തിന്റെ വിഭവങ്ങൾ ഏറ്റവും സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യരിലേക്ക് കൂടി വിഭവങ്ങൾ എത്തിക്കുക, രാജ്യത്തിന്റെ നാടിന്റെ വികസനത്തിൽ പങ്കാളികളാവുക എന്ന ലക്ഷ്യത്തോടുകൂടി ബഹുജൻ സമാജ് പാർട്ടി ഒരൊറ്റ നേതൃത്വത്തിനും ഒരു കൊടിക്കും ഒരു ചിഹ്നത്തിനും കീഴിൽ തെരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടുകയാണ്. കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോടും സർവജൻ ഹിതായ സർവജൻ സുഖായ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബഹുജൻ സമാജ് പാർട്ടിക്ക് അതിന്റെ സ്ഥാനാർത്ഥികൾക്ക് ആന ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്.